السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه وعترته أجمعين. بسم الله الرحمن الرحيم. فإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله. നിങ്ങൾ കൊണ്ടുവരിക, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സൂറത്തിൻ മിൻ മിസ്ലിഹി, തുല്യമായ ഒരു സൂറത്ത് കൊണ്ടുവരിക. ഈ മിൻ മിസ്ലിഹി എന്നുള്ളതിൻ്റെ ഇറാബ് എന്താണ് എന്നാണ് ഒന്നാമത്തെ ചർച്ച. മിൻ തബഈലാണോ തബീനാണോ സായിദയാണോ എന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എങ്ങനെയായാലും ഇന്ന് ഇബ്തിദാഇനാണോ അല്ലേ എന്നുള്ളതും. അപ്പം മിൻ മിസ്ലിഹി എന്നുള്ള മുതഅല്ലഖ് അങ്ങോട്ടാ? മിസ്ലിഹി എന്നുള്ള ദമീർ അങ്ങോട്ടാണ്? കിതാബിലേക്കാണോ റസൂലിലേക്കാണോ? റസൂലുള്ളാഹിനെ പോലെയുള്ള ആളുകളിൽ നിന്ന് ഒരു സൂറത്ത് കൊണ്ടുവരാമെന്നാണോ? ഈ സൂറത്തിൻ്റെ മിസ്ലായൊരു സൂറത്തിനെ കൊണ്ടുവരാമെന്നാണോ? ഇതിലേതാണ് പ്രബലം? ഇതൊക്കെയാണ് ചർച്ച. മിൻ മിസ്ലിഹി എന്നുള്ള സിഫത്ത് സൂറത്തിന് സിഫത്ത്. എങ്ങനെയുള്ള സൂറത്ത്? മിൻ മിസ്ലിഹി സൂറത്തിൻ കായിനത്തിൻ മിൻ മിസ്ലിഹി. മിൻ മിസ്ലിഹി എന്നുള്ള ജാറുന്ന സിഫത്താകുമ്പോൾ ഒരു കായിനത്ത് മുസ്തഖിറത്ത് സങ്കല്പിക്കണ്ടേ? തുല്യമായതിൽ നിന്നുള്ള ഒരു സൂറത്ത് കൊണ്ടുവരിക, ഇറക്കപ്പെട്ടതിൻ്റെ തുല്യമായതിൽ നിന്നുള്ള ഉള്ളതായ ഒരു സൂറത്ത് കൊണ്ടുവരിക. അപ്പോൾ വല്ലമീറു ലിമാ അൻസൽന. അപ്പോൾ മിസ്ലിഹി എന്നുള്ള ദമീർ ലിമാ അൻസൽന, മാ അൻസൽന, നാം ഇറക്കിയതിനോട് തുല്യമായതിൽ നിന്നുള്ള ഒരു സൂറത്ത് കൊണ്ടുവരിക. മിന്ന് തബഈദാണ് അല്ലെങ്കിൽ തബീനാണ്. നാം ഇറക്കിയതിൽ നിന്ന് മിസ്ലിൽ നിന്ന് കൊണ്ടുവരിക. മിസ്ലിൽ എല്ലാം കൂടെ കൊണ്ടുവരണ്ട. നാം ഇറക്കിയതിൻ്റെ മിസ്ലിൽ കുറച്ച് കൊണ്ടുവന്നാൽ മതി. അല്ലെങ്കിൽ നാം ഇറക്കിയത് കൊണ്ടുവരിക. മിൻ മിസ്ലിഹി, ഇറക്കിയതിനെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇറക്കിയതിൽ നിന്ന് എന്തിനെ? മിസ്ലിനെ കൊണ്ടുവരിക. മിസ്ലിൽ നിന്ന് എന്നല്ല. അപ്പോൾ തബീനാകും. നാം ഇറക്കിയതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഫൗതു ബിസൂറത്തിൻ്റെ സൂറത്തിനെ കൊണ്ടുവരിക. മിൻ മിസ്ലിഹി, ആ ഇറക്കിയതിൻ്റെ മിസ്ലിൽ നിന്നുള്ള ഒരു സൂറത്ത് കൊണ്ടുവരിക. സായിദയാണ് അഖ്ഫശ് പറയുന്ന കാര്യം. ഫൗതു ബിസൂറത്തിൻ മിസ്ലഹു എന്ന് പറഞ്ഞാൽ മതി. ശരിക്കും മിസ്ലഹു മിന്ന് സായിദയാണ്, ഏതെങ്കിലും ഒരു സൂറത്ത് എന്നർത്ഥത്തിന്. ഐ ബി സൂറത്തിൻ മുമാസിലത്തിൻ ഖുർആനി, ഖുർആന് തുല്യമാകുന്ന ഒരു സൂറത്ത് കൊണ്ടുവരിക. ഏത് വിഷയത്തിൽ തുല്യമാകുന്ന? ബലാഗത്തിലും ബഹുസ്മിൻ നദ്മി, അതിൻ്റെ ഘടനയിലും. ഇങ്ങനെ. അപ്പോൾ വല്ലമീറു ലിമാ അൻസൽന, നാം ഇറക്കിയതിന് തുല്യമായതിൽ നിന്ന് എന്നാണ് ഒരർത്ഥം. ലിമാ അൻസൽന എന്ന മായിലേക്കാണ് മിസ്ലിഹി എന്നുള്ള ദമീർ മടങ്ങുന്നത്. അല്ലെങ്കിൽ ലിഅബ്ദിന, നമ്മുടെ അടിമയുടെ മിസ്ലിൽ നിന്ന്. അമിന്നിൽ ഇബ്തിദായി. അപ്പം മിന്നു തബഈദു അല്ല തബീനു അല്ല സായിദ് ഇബ്തിദ ആണ്. അതായത് ബിസൂറത്തിൻ കായിനത്തിൻ മിമ്മാ ഹുവ അലാ ഹാലിഹി മിൻ കൗനിഹി ബശറൻ ഉമ്മിയൻ ലം യഖ്റഇൽ കിതുബ യതഅല്ലമിൽ ഉലൂമ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തുല്യനായ, ഉമ്മിയായ, കിതാബ് വായിച്ചിട്ടില്ലാത്ത, ഇൽമൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സൂറത്ത്, അതാണ് ഇബ്തിദാ. ബി സൂറത്തിൻ കായിനത്തിൻ മിമ്മൻ ഹുവ അലാ ഹാലിഹി, നബി തങ്ങളുടെ അതേ അവസ്ഥയിൽ നിന്നുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സൂറത്തിനെ, മിസ്ലിനെ കൊണ്ടുവരിക. ഇതാണ് രണ്ടാമത്തെ. അപ്പോൾ ഈ തുല്യമായത് കൊണ്ടുവരാൻ പറയുന്നത് നബി തങ്ങളെ പോലെ ഖുർആനും കിതാബൊന്നും പഠിക്കാത്ത, എഴുത്തും വായന അറിയാത്ത ഒരാൾ കൊണ്ടുവരട്ടെ എന്നാണ്. അല്ലെങ്കിൽ മിൻ എന്നുള്ളത് തബഈദുമല്ല, ഇബ്തിദാഉമല്ല, പിന്നെ സിഫത്തുമല്ല. പിന്നെന്താണ്? സിഫത്താന്നല്ലേ പറയുമ്പോൾ മിസ്ലിഹി എന്നുള്ള മിസ്ലിൽ നിന്നുള്ളതായ ഒരു സൂറത്തിനെ കൊണ്ടുവരിക. അല്ലെങ്കിൽ ഔസിലത്തുൻ, അല്ലെങ്കിൽ സിലയാണ്. സിഫത്ത് അല്ലെങ്കിൽ സില, അതായത് ജാർ മജ്റൂർ സിഫത്ത് നേരെ മുതഅല്ലഖാണെന്ന് അർത്ഥം. അതിനാണ് സില എന്ന് പറയാം. സിലത്ത് ഫൗതു,
ആ തുല്യമായതിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരൂ. അപ്പോൾ വല്ലമീറുള്ളിൽ അബദി, അപ്പോൾ ലമീർ അബദിലേക്കാണ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ തുല്യമായതിൽ നിന്നുള്ളതായ സൂറത്ത് കൊണ്ടുവരുമെന്നല്ല, നിങ്ങൾ സൂറത്ത് കൊണ്ടുവരൂ. മിൻ മിസ്രിഹി, ഇറക്കപ്പെട്ടതിൻ്റെ തുല്യമായതിൽ നിന്ന് കൊണ്ടുവരുമെന്ന്. തുല്യമായതിൻ്റെതായ സൂറത്ത് എന്നല്ല, സൂറത്തിന് സിഫത്തല്ല. സിഫത്താകുമ്പോൾ അത് തബയീനി ഇബ്തിദായി എല്ലാത്തിനും പറ്റുമായിരുന്നു. ശ്രീലാവുമ്പോൾ പിന്നെ സിഫത്തല്ലല്ലോ, നേരെ ഫഹത്തു എന്നതിനോട് മുതഅല്ലഖാണ്. മിൻ മിസ്രിഹി എന്നുള്ള സിഫത്താകുമ്പോൾ കളയപ്പെട്ട കായിനത്തിനോടാണ് സിഫത്ത് വരിക. ലർഫ് ലഘുവാണ് ഫഅ്തു എന്നതിനോട് മുതഅല്ലഖാകുമ്പോൾ. അവിൽ ലമീറു ലിൽ അബ്ദി, അല്ലെങ്കിൽ ലമീർ അബ്ദിലേക്കാണ്. വറദ്ദു ഇലൽ മുനസ്സരി ഔജഹു, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തുല്യമായനായ ഒരു വ്യക്തിയിൽ നിന്ന് കൊണ്ടുവരൂ എന്നുള്ള ആ ഫൗത്തു എന്നതിന് മുതഅല്ലഖാകുമ്പോൾ അങ്ങനെ വെക്കുക, ലമീർ അബ്ദിലേക്കായിരിക്കും. ഏതായാലും ലമീറിന് എങ്ങോട്ടാണ് മടക്കാൻ നല്ലത്? മാൻസലിനയിലേക്കാണോ അബ്ദിലേക്കാണോ മടക്കാൻ നല്ലത്? മാൻസലിനയിലേക്ക്, അഥവാ റദ്ദു ഇലൽ മുനസ്സരി ഔജഹു, അതാണ് ഏറ്റവും കൂടുതൽ ന്യായമായിട്ടുള്ളത്. അതിൻ്റെ ഒരുപാട് കാരണമുണ്ട്. ഒന്ന്, യഅന്നഹുൽ മുതാബിഖ് ബിഖൗലിഹി ഫൗതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വബിസായിരി ആയാത്തി തഹദ്ദി. ഫൗതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി എന്ന ഖൗലിനോടും അവിടെ സൂറത്ത് യൂനുസിൽ അങ്ങനെ ഉണ്ട്, ആ സൂറത്തിനോട് യോജിക്കുന്നത് ഖുർആനിനോട് തുല്യമായത് എന്നാണ് അവിടെ അർത്ഥം. അതേമാതിരി വെല്ലുവിളിക്കുന്ന മറ്റേതൊക്കെ ആയത്തുകളുണ്ട് അവിടെയൊക്കെ ഖുർആൻ്റെ സൂറത്തിനോട് തുല്യമായത്, അള്ളാഹു ഇറക്കിയതിനോട് തുല്യമായത് എന്നാണ് അവിടെയൊക്കെ വെച്ചത്. അപ്പോൾ അതിനോട് യോജിച്ചുകൊണ്ട് ഇവിടെ വെക്കാൻ നല്ലത് മാൻസലിനയിലേക്ക് ലമീർ മടങ്ങലാണ്. രണ്ടാമത്തത് വലിയന്നൽ കലാമ ഫീ ഖിലാഫിൻ മുനസ്സലി അലൈഹി, പിന്നെ ഇവിടുത്തെ സംസാരം അള്ളാഹു ഇറക്കിയ ഖുർആനെ സംബന്ധിച്ചാണ്, അല്ലാതെ മുനസ്സലി അലൈഹിയായ അബ്ദിനെ കുറിച്ചല്ലല്ലോ ചർച്ച. അപ്പോൾ പിന്നെ ഫഅഖു അല്ലാ യൻഫക അൻഹു, അങ്ങനെ ആകുമ്പോൾ ലമീർ മടങ്ങാൻ അല്ലാ യൻഫക അൻഹു, ആ മുനസ്സലിനെ തൊട്ട് ആ ലമീർ ഒഴിവാകാതിരിക്കലാണ് നല്ലത്, അഥവാ ലമീർ മുനസ്സലിലേക്ക് മടക്കലാണ് നല്ലത്. അപ്പോൾ എന്തുണ്ടാവും? തെർത്തീബും നെളുമും എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഒരു പൊരുത്തത്തിലായിത്തീരും. തെർത്തീബും നെളുമും, കാരണം സംസാരം എന്തിനെക്കുറിച്ചാണ്? അള്ളാഹു ഇറക്കിയ ഖുർആനെ കുറിച്ചാണല്ലോ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് തന്നെയല്ലേ ബാക്കിയും സംസാരിക്കേണ്ടത്. അതാണ് തെർത്തീബും നെളുമും, കൂർവ. മറ്റൊരു കാരണം മാൻസലിനയിലേക്കാണ് ലമീർ മടങ്ങുന്നു പറയാൻ കാരണം ലിഅന്ന മുഖാത്തബത്തുൽ ജമ്മിൽ ഖഫീരി ബിഅൻ യതൂബി മുസ്ലിമ അതാബിഹി വാഹിദ് മിൻ അബ്നായി ജൽദതിഹിം അബ്ലഗു ഫി തഹദ്ദി മിൻ അൻ യുഖാൽ ലഹും ലിയഅതി ബിനഹവി മാ അതാബിഹി ഹാദാ ആഖറു മിസ്ലുഹു എന്നതാണ് അടുത്തത്. അതായത് ബിസൂറത്തിൻ മിൻ മിസ്ലിഹി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെയുള്ള വ്യക്തികളിൽ നിന്ന് ഉള്ളതായ ഒരു സൂറത്ത് കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോൾ ഇവർ വലിയൊരു സാഹിത്യ സംഘമാണുള്ളത്. അപ്പോൾ അവരുടെ എല്ലാവരോടും വെല്ലുവിളി നടത്തലല്ലേ നല്ലത്? അവരുടെ കൂട്ടത്തിൽപ്പെട്ട നബിയെ പോലെയുള്ള ഒരാളെ വെല്ലുവിളിക്കുന്നതിനേക്കാൾ കൂടുതൽ വെല്ലുവിളിക്ക് പൂർണ്ണത കിട്ടുന്നത് അതല്ലേ എന്ന്. അതാണ് വലിയന്ന മുഖാത്തബത്തിൽ ജമ്മിൽ ഖഫീർ, ഒരു വലിയ സംഘത്തെ ഈ ആയത്ത് കൊണ്ട് സംബോധന ചെയ്യൽ. എങ്ങനെ ബിയാൻ യോത്തു, അവരെല്ലാവരും കൂടി കൊണ്ടുവരാം. ബിസ്ലിമ അതാബിഹി വാഹിദ് മിൻ അബ്നായി ജൽദി, അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തി കൊണ്ടുവന്നതിന് തുല്യമായത് അവരെല്ലാവരും കൂടെ കൊണ്ടുവരിക എന്ന രീതിയിൽ സംബോധന ചെയ്യലാണല്ലോ അബ്ലഗു ഫി തഹദ്ദി, പൂർണ്ണമായൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. എന്തിനേക്കാൾ? മിൻ അൻ യുഖാൽ ലഹും, അവരോട് പറയുന്നതിനേക്കാളും ഒരു പൂർണ്ണത കിട്ടുന്നത്. എന്ത് പറയാം? യഅതി ബിനഹവി മാ അതാബിഹി ഹാദാ, ഇയാൾ കൊണ്ടുവന്നതുപോലെയുള്ളതിനെ കൊണ്ടുവരട്ടെ. ആഖിറു മിസ്ലുഹു, അയാളെപ്പോലെയുള്ള മറ്റൊരു വ്യക്തി കൊണ്ടുവരട്ടെ എന്ന് പറയുന്നതിനേക്കാൾ. മറ്റൊരു കാരണം മിസ്ലിഹി എന്നുള്ള ദമീർ മുനസ്സലായ ഖുർആനിലേക്കാണ് മടങ്ങുന്നത്. മറ്റൊന്ന് വലിയന്നോ മുഅ്ജിസും ഫീ നഫ്സിഹി, പരിശുദ്ധ ഖുർആൻ അതിൻ്റെ നഫ്സിൽ തന്നെ മുഅ്ജിസാണ്, അല്ലാതെ ലാബി നിസ്ബത്തിലേഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് നോക്കിയിട്ടൊന്നും അല്ല മുഅ്ജിസാവുന്നത്. അത് സ്വന്തമായിട്ട് തന്നെ അതിന് ഇജാസ് ഉണ്ട്. അത് നബി തങ്ങൾ കൊണ്ടുവന്നത് കൊണ്ടല്ല അത് ഇജാസ് വന്നത്. നബി തങ്ങൾ കൊണ്ടുവന്നാണ് ഇജാസ് വന്നത് എങ്കിൽ
നബിയെ പോലെയുള്ളവർ കൊണ്ടുവരട്ടെ എന്ന് അർത്ഥം വെക്കൽ ന്യായമായിരുന്നു. ഈ ഖൗലിഹി തആല, കാരണം അള്ളാഹ് പറഞ്ഞെന്താ, ഖുൽ ലൈൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആനി, ഈ ഖുർആന് തുല്യമായത് കൊണ്ടുവരാൻ ജിന്ന് ഇൻസ് ഒരുമിച്ചാലും ലാ യഅ്തൂന ബിമിസ്ലിഹി, തുല്യമായത് കൊണ്ടുവരൂല. അപ്പോൾ നബി തങ്ങൾ കൊണ്ടുവന്നു എന്നതല്ല ഖുർആൻ്റെ ഇജാസ്. മറ്റൊരു കാരണം വലിയന്ന റദ്ദഹു ഇലാ ഇന്ധന യൂഹിം ഇംകാന സുദൂരി ഇമ്മല്ലമേക്കുന്ന സിബത്തിഹി അബ്ദിന, അബ്ദിന എന്ന് നമ്മുടെ അടിമയുടെ പോലെയുള്ള ആളുകളിൽ നിന്ന് കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ വേറൊരു തോന്നലുണ്ട്. അപ്പോൾ നബിൻ്റെ സിബത്തിലല്ലാതെ എഴുതാനും വായിക്കാനൊക്കെ അറിയുന്ന ആൾക്കാർക്ക് കൊണ്ടുവരാൻ കഴിയും എന്നൊരു തോന്നിപ്പിക്കലാണ് വരാൻ സാധ്യതയുണ്ട്. വലിയന്ന റദ്ദുല അബ്ദിന എന്നതിലേക്ക് മടക്കുമ്പോൾ യൂഹിമ തോന്നിപ്പിക്കും ഇംകാന സുദൂരിഹി, ഈ തുല്യമായത് കൊണ്ടുവരൽ സാധ്യമാണെന്ന് മിമ്മല്ലമേക്കുന്നില്ല സിഫത്തിഹി, നബിൻ്റെ സിഫത്തിലില്ലാത്ത, നബിയുടെ സിഫത്തിലല്ലാത്തൊരു വ്യക്തിക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തോന്നിപ്പിക്കലുണ്ട്. പക്ഷേ വലായിലായിമുഹു ഖൗലുഹു തആല, പക്ഷേ പിറകെ വരുന്ന ഖൗലിനോട് അത് യോജിക്കൂല. കാരണം വദു ശുഹദാഅക്കും മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ കൂടാതെയുള്ള ശുഹദായിനെ വിളിച്ചോ കൂട്ടിക്കോ എന്ന് പറഞ്ഞിടത്ത് ആരൊക്കെ സഹായിക്കാൻ പറ്റും അവരൊക്കെ സഹായിക്കാൻ കൂട്ടാനല്ലേ പറഞ്ഞ്. അതിലിപ്പോൾ നബിനെ പോലെയുള്ള ആൾക്കാരെ മാത്രമല്ലല്ലോ. ഫൈനഹു അമ്രും ബി യസ്തൈനു, അത് സഹായം ചോദിക്കാനുള്ള എന്താണ്, അത് സഹായം ചോദിക്കാനുള്ള കൽപ്പനയാണ്. ബി കുല്ലിമൻ യൻസുറുഹും വയുഈനുഹും, അവരാരൊക്കെ സഹായിക്കുമോ അവരോടൊക്കെ സഹായം ചോദിക്കാനുള്ള കൽപ്പനയാണ്. പിന്നെ വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്, ശുഹദാ എന്ന് പറഞ്ഞ വാക്കെന്താണ്? ഷഹീദിൻ്റെ ജമ്മാണ്. എന്താ ഷഹീദിൻ്റെ അർത്ഥം? ഹാലിർ, ഖായിമും ബിഷഹാദ, നാസിർ, ഇമാമ് എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഈ അർത്ഥത്തിനനുസരിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തഫ്സീർ കൊടുക്കാൻ പറ്റും. ഹാലിർ ഹാജരായവൻ, സാക്ഷ്യം വഹിക്കുന്നവൻ, സഹായി, ഇമാമ് എന്നൊക്കെ. അപ്പോൾ ഒക്കെ അന്നഹു സുമ്മിയ ബിഹി, അപ്പോൾ ഈ ഷഹീദിന് ഇതൊക്കെ പേര് വെക്കാൻ കാരണം എന്താ? ഈ ഹാദറും ഖായിമും നാസിറും ഇമാമിനൊക്കെ ഷഹീദ് എന്ന് പേര് വെക്കാൻ കാരണം എന്താ? യനു യഹദുറുൻ നവാദിയ, കാരണം ഇമാമിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഷഹീദ് എന്ന് പേര് വെക്കാൻ കാരണം എന്താ? ജൈനാബിക അലൈഹിം ഷഹീദ, നബിയെ തങ്ങൾക്ക് അവരുടെ മേൽ ഇമാമായിട്ട് എന്നർത്ഥം. ഈ ഇമാമിനെന്താ ഷഹീദ് എന്ന് പറയാൻ കാരണം അവിടെ യനു യഹദുറുൻ നവാദിയ, യോഗങ്ങൾക്കൊക്കെ അയാളാണ് സാന്നിധ്യമാവുക. വയിബ്രിമു ബി മഹ്ളരിഹി വയിബ്രമു ബി മഹ്ളരിഹി, ഇമാമിൻ്റെ സാന്നിധ്യത്തിലാണ് തീരുമാനിച്ചുറപ്പിക്കപ്പെടുക അല്ലുമൂറു കാര്യങ്ങളൊക്കെ. കാരണം ഈ ഷഹീദ് എന്നുള്ളതിൻ്റെ തർക്കീബ് ഹുളൂറിനുള്ളതാണ്. ഷഹീദ് എന്നത് ഹുളൂർ എന്നാണ് അതിൻ്റെ അടിസ്ഥാനപരമായ തർക്കീബ്. ഷഹിദ ഹാജറായി എന്നാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തർക്കീബ്. ഈ തർക്കീബ് ഈ ഷീനും ഹാവും ദാലും കൂടിയിട്ടുള്ളത് ഹുളൂറിനാണ് പറയാം. ഈ ഹാജറാവുക എന്നാണ് യഥാർത്ഥത്തിൽ ഷഹീദിൻ്റെ അർത്ഥം. ഒന്നിരിക്കൽ ബിദ്ദാത്ത് തടികൊണ്ട് ഹാജറാവുക, ഔ ബി തസവ്വുരി, അല്ലെങ്കിൽ തസവ്വുർ മനസ്സുകൊണ്ട് ചിന്ത കൊണ്ട് എന്താകുക? ഹാജറാവുക. സാക്ഷ്യം വഹിക്കുക എന്നുള്ളിടത്തൊക്കെ ഏതാണ്? തസവ്വുർ കൊണ്ടാണ് ഹാജർ. ബിദ്ദാത്ത് ഒരു സാധനത്തിന് തടികൊണ്ട് ഹാജറായെക്കുറിച്ച് ഷഹീദ് എന്ന് പറയും. അല്ലെങ്കിൽ തസവ്വുർ കൊണ്ട് ഹാജറാവുക, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? ആ വിഷയത്തിൽ താൻ സാന്നിധ്യമുള്ളവനാണ് എന്ന് അറിയിക്കുക. നേരെ താത്തുകൊണ്ടല്ല, വിഷയം മനസ്സിലാക്കി നോക്കി ചോദിച്ചറിഞ്ഞിട്ട്. ആ ഒരു വിഷയത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഖായിമും ബിൽ ഹാദിർ എന്തായിരിക്കും? ആ വിഷയത്തിന് നേരെ ദൃസാക്ഷിയെ പോലെയുള്ള ആളായി മാറുമല്ലോ. അതുകൊണ്ടാണ് ഖീലൽ മഖ്തൂലി ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്ത് കൊല്ലപ്പെട്ട ആളെ കുറിച്ച് ഷഹീദ് എന്ന് പറയുന്ന അവിടെ ഹുളൂറുണ്ട്. ഹുളൂറാണ് അതിൻ്റെ അടിസ്ഥാനം. ലിയന്നഹു ഹദറമാക്കാൻ റജു, കാരണം അയാൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് യുദ്ധം ചെയ്ത് അതിനേക്ക് അയാൾ ഹാജരായിരിക്കുകയാണ് സ്വർഗത്തിൽ. അല്ലെങ്കിൽ മലായിക്കത്ത് എന്തായിട്ടുണ്ട്? ഹദറുഹു, അയാളുടെ ജനാസയും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി ഹാജരായിട്ടുണ്ട് എന്നാണ്. അപ്പം സാക്ഷികളെ നിങ്ങൾ വിളിക്കുക, സഹായികളെ നിങ്ങൾ വിളിക്കുക എന്നൊക്കെ അർത്ഥം. മിന്ദൂനില്ല, ഈ മിന്ദൂനില്ല എന്നുള്ളതിൻ്റെ ഇറാബും തർക്കീബും കുറച്ച് പ്രയാസമാണ്. അത് കുറച്ച് മുതഅല്ലഖ് എങ്ങോട്ടാണ് എന്നുള്ളത് കുറച്ച് തർക്കമുണ്ട്. എങ്ങനെയാണത്? ഒമാന ദൂന അദ്നാ മക്കാനി മിന ഷൈ, ഒരു വസ്തുവിൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ള സ്ഥലത്തിനാണ് ദൂനി എന്ന് പറയുന്നത്. ഒരു വസ്തുവിനോട് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥലത്തിനാണ് എന്താ പറയുക? ദൂൻ, അടുത്തത് എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം.
ഇവിടെ മിന്ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ എന്നൊക്കെയാണ് അർത്ഥം വെക്കുന്നത്. അപ്പോൾ നമ്മൾ പരിശോധിക്കുക. അമിനു അതിൽപ്പെട്ടാണ് തദ്വീനുൽ കിതാബ് ക്രോഡീകരണം എന്നത്. ലിഅന്നഹു അദ്നാഹുൽ ബഅദ മിൻ ബഅദ്, കാരണം കിതാബിൽ നിന്നുള്ള അയാൾ ഉദ്ദേശിച്ച ഭാഗങ്ങളെ മറ്റ് ചില ഭാഗങ്ങളോട് കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് കാരണം. അടുപ്പിച്ചു വസ്തുക്കൾ അടുപ്പിച്ചു. കിതാബിൻ്റെ ഇബാറത്തുകളെ, ആശയങ്ങളെ പരസ്പരം അടുപ്പിച്ച് നിർത്തുക എന്നുള്ള പണിയാണ് കിതാബിനുള്ളത്. അതുകൊണ്ടാണ് കിതാബ് തദ്വീൻ ചെയ്യുന്നതിന് അത് പറയുന്നത്. വേറെ പറയാനുണ്ട്, ദൂനക്ക ഹാദ എന്ന് പറഞ്ഞതാ ഹുദുഹു മിൻ അദ്നാ മക്കാനി മിൻകാൻ, എൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്ന് നീ അതിനെ സ്വീകരിച്ചോ എന്നാണ്. അപ്പം അതിന് പറഞ്ഞാണ് ദൂന്, അടുത്തത് എന്നുള്ളത്. ഇപ്പം അടുത്തത് എന്നല്ല അർത്ഥം, പദവി എന്നാണ് അർത്ഥം. സുമ്മസ്തോയിറലി റുത്തബി, ഇപ്പം പദവി എന്നാണ് ദൂന് എന്ന് പറയാം. അവൻ മറ്റവൻ്റെ താഴെയാണ് എന്ന് പറഞ്ഞാൽ ഹുവ ദൂന സെയ്ദും ദൂന അമിരി എന്ന് പറഞ്ഞാൽ രണ്ടാളെയും പദവി വ്യത്യാസമുണ്ട് എന്നാണ്. ഫഖീല സെയ്ദും ദൂന അമിരിൻ ഫിസ്സറഫി പദവിയിൽ എന്ന് പറയുന്നൊരു പദമാണ് ഷൈഉദ്ദൂനു എന്ന് പറയും. നിസാരമായ വസ്തു എന്ന് പറയും. നിസാരമായ വസ്തു ഷറഫും ദറജയും കുറഞ്ഞത് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഷൈഉദ്ദൂൻ താഴ്ന്ന വസ്തു, ദറജ കുറഞ്ഞ വസ്തു എന്നർത്ഥത്തിന്. അപ്പോൾ ആദ്യം അതിൻ്റെ അർത്ഥം തൊട്ടടുത്ത സ്ഥലം എന്നായിരുന്നു. പിന്നീട് അത് പദവി ശ്രേഷ്ഠത എന്നായി. മൂന്നാമത് സുമ്മത്തു സിയഫി, പിന്നെയും അതിന് വിശാലമായ അർത്ഥം നൽകി. അങ്ങനെ ഫീ സ്തോമിന ഫീ കുല്ലി തജാവുസി ഹദ്ദിൻ ഇലാ ഹദ്, ഒരതിർത്തിയിൽ നിന്ന് മറ്റൊരു അതിർത്തിയിലേക്ക്, ഒരു പരിധിയിൽ നിന്ന് മറ്റൊരു പരിധിയിലേക്ക് കടക്കുന്നതിനൊക്കെ ദൂന് എന്ന് പറയാറുണ്ട്. അതായത് തഹത്തി അമരിൻ ലാഹർ, ഒരു കാര്യം വിട്ട് വേറൊരു കാര്യത്തിലേക്ക് കാല് വെക്കുന്നതിന് എന്ത് പറയും? ദൂന് എന്ന് പറയാറുണ്ട്. നോക്കൂ, ഖുർആനിൽ പറഞ്ഞു നോക്കൂ, ഖാലല്ലാഹു തആല ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീന, മുഅ്മിനീങ്ങൾ കാഫിരീങ്ങളാക്കരുത്, ഔലിയ ആ സ്നേഹിതന്മാരാക്കരുത്, മിൻ ദൂനിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളെ ഒഴിവാക്കിയിട്ട്. അപ്പം തജാവുസ് ഉണ്ട്. മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന ഹദ്ദ് വിട്ടിട്ട് കാഫിരീങ്ങൾ എന്ന് പറയുന്ന ഹദ്ദിലേക്ക് നിങ്ങൾ സ്നേഹത്തെ കൊണ്ടുപോകരുത്. ഐ ലാ തജാവസു വിലായത്തൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോടുള്ള വിലായത്ത് നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഇലാ വിലായത്തിൽ കാഫിരീങ്ങളുടെ വിലായത്തിലേക്ക് നീങ്ങിക്കൊണ്ട് എന്നർത്ഥം. ഉമയ്യത്ത് എന്ന് പറയുന്ന ആൾ പാടിയ പാട്ടിലതുണ്ടല്ലോ, യാ നഫ്സു മാലക്കി, നഫ്സെ നിനക്കെന്ത് പറ്റി? ദൂനല്ലാഹി, അള്ളാഹുവിനെ വിട്ടിട്ട്. യാ നഫ്സു നഫ്സെ മാലിക്ക്, നിനക്കില്ല ദൂനല്ലാഹ്, അള്ളാഹുവിനെ വിട്ടിട്ട് നിനക്ക്, അതാണല്ലോ തജാവുസ്, തഹത്തി, അള്ളാഹിനെ മറികടന്നിട്ട് നിനക്ക് മിവാക്കിന് ഒരു കാവൽക്കാരനുമില്ല. ഐ ഇതാ തജാവസ്തി വിഖായത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ കാവൽ നീ ഒഴിവാക്കിയാൽ ഫലാ യഖീഖി ഗൈറുഹു, മറ്റുള്ളവരൊന്നും നിന്നെ കാക്കൂല എന്നാണ്. ഈ വദഉ ശുഹദാക്കും മിൻ ദൂനില്ല, മിന്നിൻ്റെ മുത്താലക്ക് എന്താ? അപ്പോൾ ദൂനിൻ്റെ പറഞ്ഞു മിൻ എന്നതിന് മുത്താലക്ക് എന്താ? അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിക്കുക. ഉദുഉ എന്നതിനോട് മുത്താലക്കാണ്. അപ്പോൾ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിക്കുക, അള്ളാഹുവിനെ ഒഴിവാക്കി നിങ്ങൾ മറ്റുള്ളവരെ വിളിക്കുക. അപ്പോൾ ഒദഊലി മുആറളത്തിഹി, ഈ ഖുർആനിന് തുല്യമായത് കൊണ്ടുവരാനുള്ള മത്സരത്തിന് വേണ്ടി നിങ്ങൾ വിളിച്ചോളൂ. മൻ ഹളറക്കും, നിങ്ങളുടെ സാന്നിധ്യത്തിൽ ആരൊക്കെയുണ്ട് അവരൊക്കെ വിളിച്ചോളൂ. അല്ലെങ്കിൽ അവർ റജൗത്തു മഊനത്തഹു, അല്ലെങ്കിൽ സഹായിക്കുമെന്ന് ആരൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അവരെയൊക്കെ വിളിച്ചോളൂ. മിൻ ഇൻസിക്കും ജിന്നിക്കും വാലിഹത്തിക്കും, പക്ഷേ അത് അല്ലാത്ത എന്തിനേയും വിളിച്ചോളൂ. നിങ്ങൾ വിളിച്ചോളൂ. ഗൈറല്ലാഹ് മിൻ ദൂനില്ല, അള്ളാഹു അല്ലാത്ത വേറെ എന്തിനേയും വിളിച്ചോളൂ. കാരണം എന്താ? അള്ളാഹ് ഇറക്കിയതിന് തുല്യമായത് കൊണ്ടുവരാൻ അതല്ലാത്ത ആർക്കും കഴിയില്ല. ഖുർആനിന് സൂറത്തിന് തുല്യമായത് കൊണ്ടുവരാൻ കഴിയില്ല. ഇല്ല, അള്ളാഹ്ക്കല്ലാതെ കഴിയില്ല. വദഉ മിൻ ദൂനില്ലാഹി ശുഹദാ, അപ്പോൾ നിങ്ങൾ അള്ളാഹിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ വിളിച്ചോളൂ. ശുഹദാ, കുറേ സാക്ഷികളെ യശ്ഹദൂനലക്കും, നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ബി അന്നമാ അതൈതും ബിഹി, നിങ്ങളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന മിസ്ലുഹു, ഖുർആന് തുല്യമാണ് എന്ന് പറയുന്ന സാക്ഷികളെ നിങ്ങൾ വിളിച്ചോളൂ എന്നാണ് അർത്ഥം. വലാ തസ്തശ്ഹിദൂ ബില്ലാഹ്, നിങ്ങളെന്താക്കരുത്? അള്ളാഹിനെ കൊണ്ട് നിങ്ങൾ സാക്ഷ്യം പറയരുത്. ഇത് അതുപോലെ തന്നെയാണ് വല്ലാഹി എന്ന് പറഞ്ഞിട്ട് പടച്ചോനെ കുറിച്ച് നിങ്ങൾ സാക്ഷിയാവരുത്, സാക്ഷി നിൽക്കരുത്. ഫൈനഹു മിൻ ദൈദനിൽ മബ്ഹൂതി, കാരണം അത് ഉത്തരം മുട്ടിയവൻ്റെ പതിവാണ്. അൽ ആജിസൻ ഇഖാമത്തുൽ ഹുജ്ജത്തി, തെളിവുകൾ സ്ഥാപിക്കാൻ കഴിയാത്ത ഉത്തരം മുട്ടിയവന് ഇങ്ങോട്ട് തുല്യമായത് കൊണ്ടുവരാം. തുല്യമായത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക? ഇപ്പം പറയാം ഇത് തുല്യമായത് തന്നെ, അള്ളാഹു സാക്ഷി എന്നിട്ട് പറയും. ഇതിന് സാക്ഷ്യം വഹിക്കേണ്ടത് അള്ളാഹു അല്ലല്ലോ,
ജനങ്ങളല്ലേ, സാഹിത്യകാരന്മാരല്ലേ, ഇത് അള്ളാഹു ഇറക്കിയതിന് തുല്യമാണോ എന്ന് സാക്ഷ്യം വഹിക്കൽ. അപ്പോൾ അത് ചെയ്യാതെ അള്ളാഹു സാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത് മബുഹൂത്ത്, ഉത്തരം മുട്ടിയാൻ പറയുന്ന പരിപാടിയാണ്. പടച്ചോൻ അറിയാമെന്നൊക്കെ പറഞ്ഞത്, പടച്ചോൻ സാക്ഷി വെക്കണമെങ്കിൽ അതല്ലല്ലോ അവിടെ വേണ്ടത്. നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ മനുഷ്യന്മാരെന്നെ എന്ത് ചെയ്യണം, സാക്ഷി നിൽക്കണം. അപ്പോൾ ചുരുക്കത്തിന് മിന്തൂനില്ല എന്നത് മുത്താലിക്ക് എങ്ങോട്ടാണ്, അള്ളാഹിനെ കൂടാതെ നിങ്ങൾ വേറെ ആരെങ്കിലൊക്കെ വിളിച്ചോളി, സഹായിക്കാൻ കിട്ടുന്ന ആരൊക്കെയുണ്ടോ ആ സഹായികളൊക്കെ വിളിച്ചോളൂ, അള്ളാഹിനെ വിളിക്കണ്ട, അള്ളാഹിനെ നിങ്ങൾ സാക്ഷിയാക്കണ്ട. അള്ളാഹിനെ അതിന് കിട്ടൂല, അള്ളാഹ് അതിന് സാക്ഷിയല്ല. മനുഷ്യന്മാരായ ആരെങ്കിലും സാക്ഷി ഉണ്ടെങ്കിൽ വിളിക്കും, എന്നിട്ട് അവർ പറയട്ടെ ഇത് മുഹമ്മദ് കൊണ്ടുവന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന് തുല്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി ലമീറിഞ്ഞ് കൊടുക്കാൻ മടങ്ങുന്നത് ശുഹദാക്കും മിൻ ദൂനില്ല, മിൻ ദൂനി എന്നല്ല ആ മിന്ന് മടങ്ങുന്നത് ശുഹദാഇൻ്റെ അടുക്കായിക്കോട്ടെ എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. അതൊഴു എന്നല്ല, നിങ്ങൾ വിളിച്ചോളൂ, അള്ളാഹിനെ കൂടാതെ ആരെയും വിളിച്ചോളൂ എന്ന്. ഇനി പറയുന്നു അത് ശുഹദാക്കും അള്ളാഹിനെ കൂടാതെയുള്ള സാക്ഷികളെ വിളിച്ചോളൂ, അങ്ങനെ അർത്ഥം പറഞ്ഞവരുണ്ട്. അപ്പോൾ അതിൻ്റെതായ ന്യായമുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.